ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് സോപ്പ് ഉണ്ടാക്കട്ടോ, ഞങ്ങൾക്ക് മാത്രം, വേറെ ആർക്കുമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കറ്റാർ വാഴയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സോപ്പ് ഞങ്ങൾക്ക് തേക്കാൻ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ കറ്റാർ വാഴ വെറുതെ കളച്ചീഞ്ഞ് പോവുകയാണ് മഴയത്ത്. അപ്പോൾ ഞാൻ 1 കിലോ സോപ്പ് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ട തുളസിയുടെ നീരും കറ്റാർ വാഴയുടെ സാറും കൂടി ജ്യൂസ് അടിച്ച കേട്ടോ. രണ്ടും കൂടി ജ്യൂസ് അടിച്ചിട്ട് ഇത്ര ഉണ്ട്, വെള്ളം കുറച്ച് കൂട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിന് ഇതിലേക്ക് ഒഴിക്കും കേട്ടോ. ഇതിൻ്റെ ഒന്നുണ്ട് നല്ല അരിഞ്ഞ് വന്നാൽ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാൻ സോപ്പ് ഉണ്ടാക്കണ അതിൽ ഒഴിച്ചെടുക്കുക കേട്ടോ. പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ ഞങ്ങൾക്കാണ്, വേറെ ആർക്കുമല്ല കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതൊക്കെ അരിയിക്കുക കേട്ടോ. ഇത് സോപ്പ് പൈസാണ് 1 കിലോത്തിൻ്റെ. അപ്പോൾ അതിലേക്കുള്ള സാധനമാണിത്. പിന്നെ അതിൽ എന്ത് കാണിച്ചാൽ എന്തിൻ്റെ ഇത് കാണിച്ചാൽ റോസ് പൂവുണ്ട്, അത് കൂട്ടാം. അപ്പോൾ ഞാനിതിപ്പോൾ കറ്റാർ വാഴയാണ് കുട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കഴിഞ്ഞിട്ട് കാണിച്ചിട്ട് അപ്പോൾ അതട്ടോ സോപ്പൊക്കെ ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഉണ്ടാക്കിയൊക്കെ അതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഒരു കൈ കൊണ്ട് മൊബൈൽ പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാ ഉണ്ടോ സോപ്പ് ഉണ്ടാക്കിയതാട്ടോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഈ കറ്റാർ വാഴയും തുളസി പിന്നെ റോസ് പൂവ് 2-3 കേട്ടോ. അപ്പോൾ അത് ഈ കളറാണ് കിട്ടിയത് കേട്ടോ. എന്നിട്ട് 2 കിലോ പിന്നെ എന്താ ജ്യൂസ് എടുത്തപ്പോൾ അങ്ങനെ കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് വെക്കട്ടെ. ഇനിയൊക്കെ ഇതിങ്ങനെ ഉണങ്ങണേ ഇരുന്നിട്ട് ഉണങ്ങുകയൊക്കെ ചെയ്തിരിക്കുന്നു. എന്നാലും മഴക്കാലമല്ല, അപ്പോൾ ഒന്നും കൂടി ഉണങ്ങണം. അപ്പം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ, വേറെ ആർക്കുമില്ല. അപ്പോൾ 1 കിലോ സോപ്പ് പൈസ വാങ്ങിയിട്ട് 6 സോപ്പുണ്ട്. പിന്നെ ഇതാ ഒരു കുട്ടി സോപ്പുണ്ട് കേട്ടോ. നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ നല്ല മുഖം ഇതൊക്കെ നല്ല മിനുസം കിട്ടും കേട്ടോ. ഇങ്ങനെ പിന്നെ ചൊറി ഈ മേലൊക്കെ ചൊറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഈ തുളസിയുടെ കറ്റാർ വാഴയുടെ ഇതൊക്കെ ഇതെല്ലാം കൂട്ടിക്കുന്നത്. അപ്പം നമ്മൾ ഒറിജിനൽ കൂട്ടുകൊണ്ട് അപ്പോൾ അത് നല്ലൊരു ഇത് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതന്നെ കുറേ തേച്ചപ്പോൾ അതന്നെ ഇങ്ങനെ തേക്കണം തോന്നും. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കിയതാണ് മേടിച്ചിട്ട് വെക്കണം. 6 സോപ്പാട്ടോ ഉണ്ടാക്കിയത്. 150 ഉറുപ്പ്യാണ് ഈ സോപ്പ് പൈസിന് വില കേട്ടോ, 1 കിലോത്തിന് അവിടെ. പിന്നെ നമ്മുടെ സാധനങ്ങൾ കൂട്ടിയിട്ട് കറ്റാർ വാഴയും തുളസിയും പിന്നെ റോസ് പൂവും പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടോ ഉണ്ടോ. അപ്പം അടിപൊളി നമുക്ക് സോപ്പ് ഉണ്ടാക്കാം. നമ്മളെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കാമല്ലോ. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കാം. ആരെങ്കിലും പറഞ്ഞിട്ട് കാണിച്ചാൽ മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ കേട്ടോ. വേണ്ട പിന്നെ ബാക്കിയുള്ളൊരു കുഞ്ഞി സോപ്പ് കേട്ടോ. അതുണ്ടോ കുട്ടികളൊക്കെ ഉണ്ട് നല്ല മാതിരി. ആസിമൊക്കെ വന്നിക്കാന്ന് വെച്ചെങ്കിൽ ആസിമിന് കൊടുക്കും. പക്ഷേ ആസിമ നാളെ ചോദിച്ച സോപ്പ് അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല സോപ്പ് പൈസ കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടോക്കി നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കാം കേട്ടോ. അവനവൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള സാധനമൊക്കെ ഉണ്ട് വെച്ചാൽ, അല്ലെങ്കിൽ മുരിങ്ങ ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ തുള്ളി ജ്യൂസ്, കറ്റാർ വാഴയുടെ ജ്യൂസ്, പിന്നെ കൈപ്പിനേപ്പിൻ്റെ എന്തിൻ്റെ വേണ്ടിച്ചാൽ നമുക്ക് നല്ലതാട്ടോ. പിന്നെ ചെമ്പരത്തിയുടെ പൂവുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പം നിങ്ങളങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അപ്പോൾ നല്ല മാതിരി കേട്ടോ അങ്ങനെ ഉണ്ടാക്കാനൊക്കെ എളുപ്പം തന്നെ. നമ്മളവിടെ വെച്ചിട്ടുള്ള സാധനം. അപ്പോൾ നല്ല പതിയുണ്ട്, നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇഷ്ടമാവുകയെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ആരോ നാളെ ഏതാണ് ആ സ്ഥലം താത്ത ചോദിച്ചു. അപ്പോൾ അത് വയനാടാട്ടോ. ആ കുട്ടി ഇങ്ങനെ നടന്നു പോകണമല്ലേ. അപ്പോൾ വയനാട്ടിൽ തലമാൻ്റെ കുട്ടിയാണ് അത് കേട്ടോ. പിന്നെ ഒച്ചല്ല എന്നൊക്കെ പറയും. പിന്നെ ഒച്ചയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കേൾക്കാഞ്ഞിട്ടാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. അപ്പം ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കിയിട്ട് മേലൊക്കെ നമ്മൾ തേക്കാനൊക്കെ നല്ലതാണ്. ഈ കടയിൽ നിന്നൊക്കെ മേടിച്ചുണ്ടാക്കണേക്കായൊക്കെ നല്ലതാണ്. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.